ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നോമ്പായിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല. കുട്ടികളൊക്കെ എണീക്കുന്നതിന് മുന്നേ തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. അപ്പോൾ അടിച്ച് വരുന്നതിന് മുന്നേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. കുറച്ച് ഡ്രസ്സ് പുറത്തുനിന്ന് വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നാണ്. അപ്പം ഇനി ബാക്കിയുള്ള വെള്ളമൊക്കെ നമുക്ക് നല്ല ചൂടല്ലേ, അപ്പോൾ വെള്ളമൊന്നും ഇപ്പോൾ അധികമില്ല. കിണറ്റിലൊക്കെ വറ്റി തുടങ്ങി. അപ്പോൾ ഇതാ എൻ്റെ പുതിനീര് നല്ല ഉഷാറായി വളരുന്നുണ്ട്. അപ്പോൾ മക്കൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ എടുക്കാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്തു. അപ്പോൾ ഈ സോഫ വിരിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും മോനെ എണീറ്റിട്ടോ. അപ്പോഴേക്കും എൻ്റെ ചെറിയ മോൻ എണീറ്റു. അപ്പോൾ ഇനി അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ജോലികളൊക്കെ എടുക്കാൻ കഴിയുക. അപ്പോൾ കുട്ടീനെ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ട് വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ അവനുള്ള പൊടികളൊക്കെ ഒന്ന് തയ്യാറാക്കി. അപ്പോൾ അവന് രാവിലെ രാഗിയാണ് കൊടുക്കാറ്. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കൽക്കണ്ടവും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ പൊടി കലക്കിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? നോമ്പായിട്ട് എല്ലാവരും ക്ഷീണിച്ചോ? അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണത് എന്തൊക്കെയാണ്? നിങ്ങൾ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടി. അപ്പോൾ ഇത് ഞങ്ങൾ സ്വന്തം പറമ്പിലുണ്ടായ മുരിങ്ങാക്കായാണ്. അപ്പോൾ അമ്മ അതൊന്ന് പറിച്ച് കിടന്നു. അപ്പോൾ അതിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എമിൻ്റെ പൊടിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി ചൂടാറി വന്നിട്ട് വേണം അതൊന്ന് കൊടുക്കാൻ. അപ്പോൾ ആ സമയത്ത് തന്നെ ജലനിധിൻ്റെ വെള്ളം വന്നു. അപ്പോൾ നല്ല വേനലായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചുള്ളൂ വരുന്നത്. അപ്പോൾ വേഗം അലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോള് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂത്തച്ഛൻ്റെ കുട്ടിയാണ് ഒരുക്കി കൊടുക്കുന്നത്. അവളിവിടെ വരുമ്പോഴൊക്കെ അവളാണ് ഒരുക്കി കൊടുക്കാറ്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.